ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ 2 വലിയ കരിമീനാണ് കേട്ടോ ഇരിക്കണേ. രണ്ടും കൂടി 1 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കരിമീൻ ക്ലീൻ ചെയ്യാൻ പോണേ കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കരിമീൻ ക്ലീൻ ചെയ്യണം. ബാക്കി ഫിഷൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതിഷ്ടമാണ്. പക്ഷേ കരിമീൻ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ ജസ്റ്റ് വീഡിയോസൊക്കെ നോക്കി കണ്ട് ആ ഒരു എക്സ്പീരിയൻസേ എനിക്കുള്ളൂ. അപ്പോൾ കരിമീൻ കിട്ടിയപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് പൊള്ളിക്കാം എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്യുന്നത്. കരിമീൻ്റെ സൈഡിലൊക്കെ ഉള്ള ഫിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കടൽ മീനൊക്കെ വെച്ച് നോക്കുമ്പോൾ കരിമീൻ്റെ ഫിന്ന് കുറച്ചും കൂടെ ഹാർഡാണ്, അതായത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കടൽ മീനിൻ്റെ ചിറകൊക്കെ വെട്ടാൻ അത്രയും ബുദ്ധിമുട്ടില്ല. ഇത് പുഴമീനാകുമ്പോൾ കുറച്ചും കൂടെ ബലം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ എല്ലാ സൈഡിലുള്ള ഫിന്നുകളും കട്ട് ചെയ്ത് മാറ്റുക. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചതമ്പൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളവിടെ തൃശ്ശൂരൊക്കെ ചതമ്പൽ എന്നാട്ടോ പറയാം. മീനിൻ്റെ പുറം ഭാഗത്തുള്ള ഇതിനെ നമ്മൾ ചതമ്പൽ എന്നാണ് പറയാറ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമ്മൾ പൊതുവെ ചതമ്പൽ എന്നാണ് പറയാറ്. അപ്പോൾ കത്തി കൊണ്ട് വടിച്ച് കളഞ്ഞാന്ന് വെച്ചാൽ ആകെ തെറിച്ച് ആകെ ബഹളമായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് ചെത്തി എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. നല്ല മൂർച്ചയുള്ള അധികം കനമില്ലാത്ത കത്തിയാണെങ്കിൽ പെട്ടെന്ന് ചതമ്പൽ ചെത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കനമുള്ള ടൈപ്പാണ്. ഈ മീൻ വെട്ടണ കടകളിലൊക്കെ ഉണ്ടാവില്ലേ ബ്ലേഡ് കത്തി പോലത്തെ കത്തി, അങ്ങനത്തെ കത്തി കൊണ്ടൊക്കെ ചെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചതമ്പൽ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ കത്തി കുറച്ച് കട്ടിയുള്ളത് കൊണ്ട്, കത്തിക്ക് അത്യാവശ്യം മൂർച്ചയുണ്ട്, പക്ഷേ കത്തി കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ഈസി ആയിട്ട് ചതമ്പൽ ചെത്തിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ചെയ്യുന്നത് നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കരിമീൻ്റെ ആ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ റിമൂവായി വരുന്നുണ്ട് ഇങ്ങനെ ചെത്തി കൊടുക്കുമ്പോൾ. നമ്മൾ ചതമ്പൽ എന്താ പറയുക കത്തി കൊണ്ട് വടിച്ച് കളയുകയാണെങ്കിൽ പക്ഷേ ആ ബ്ലാക്ക് കളറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, ബ്ലാക്ക് കളറ് പോവില്ല. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാം. പിന്നെ കരിമീൻ കുറച്ച് ഒരു എന്താ പറയുക ഒരു ചെളിയുടെ ഒരു സ്മെല്ലും ഇതൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെത്തുമ്പോൾ പകുതിയും അങ്ങനത്തെ സ്മെല്ല് നമുക്ക് റിമൂവായി കിട്ടും. അങ്ങനെ ചതമ്പലൊക്കെ റിമൂവ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചൊരു ബ്ലാക്ക് കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വാളംപുളി കോൽപ്പുളി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ക്ലീൻ ചെയ്ത കരിമീനുണ്ടല്ലോ കുറച്ച് നേരം നമുക്ക് അതിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് വടിക്കുമ്പോൾ ആ ബ്ലാക്ക് കളർ ബാലൻസ് ഉള്ള ബ്ലാക്ക് കളറും പോയി കിട്ടും. അതുപോലെ കരിമീൻ്റെ ആ ഒരു ഉളുമ്പ് സ്മെല്ലുണ്ടല്ലോ അതും കുറേയൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ കരിമീൻ കുറേ പേര് കഴിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഈ സ്മെല്ലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ വയറൊക്കെ ക്ലീൻ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കരിമീനെ. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നമുക്കിതൊന്ന് മസാല പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അത്രയും മതി കേട്ടോ. ഓവറായിട്ടുള്ള മസാലകളൊന്നും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട. അപ്പോൾ അത്രയും ഇട്ടിട്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഓവറായിട്ടുള്ള മസാല ഈ സമയത്ത് കൊടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കുക. അത്രേ വേണ്ടുള്ളൂ, മൊരിയാനും ഇതിനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതും ഫുള്ളായിട്ട് കുക്കാവേണ്ട, കാരണം നമ്മളിത് ഇനി പൊള്ളിച്ചെടുക്കുമല്ലോ. അപ്പോൾ വറുത്ത കരിമീൻ മാറ്റി വയ്ക്കുക. ഇനി ആ പാനിൽ തന്നെ നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം.
2.5 കപ്പോളം ചെറിയുള്ളിയാണ് കേട്ടോ ഞാനവിടെ യൂസ് ചെയ്യണത്. ചെറിയുള്ളിയാണ് കരിമീൻ പൊള്ളിച്ചതിൽ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ മാക്സിമം ചെറിയുള്ളി യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നാടൻ ഫുഡിലെപ്പോഴും കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. ഇത് നന്നായി വാട്ടിയെടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. നമുക്ക് എത്രയാണ് എരിവ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ടിടാം. ഞാനൊരു ടീസ്പൂണാണ്. പൊടികളൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഐറ്റം ചേർക്കണത് നല്ല കട്ടി തേങ്ങാപ്പാൽ കേട്ടോ. 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആയിട്ട് ആ ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയാം. പിന്നെ നമ്മുടെ ചെറിയുള്ളി ആവശ്യത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലോ, അതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മസാല റെഡിയായി. ഇനി പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നല്ല വാഴയില വാട്ടിയെടുക്കാം. ആ വാഴയില വാടി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ വാഴയില വെച്ച് ഒരിലയും കൂടെ വെക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള കരിമീനല്ലേ, പൊട്ടിപ്പോവണ്ട, അല്ലെങ്കിൽ അതിൻ്റെ വക്കൊക്കെ തട്ടി ഇല പൊട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇലയിലേക്ക് കുറച്ച് മസാല ആദ്യം വെക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച കരിമീൻ അതിൽ വയ്ക്കാം. ഇനി കരിമീൻ്റെ മുകളിലും കൂടെ ഈ മസാല നന്നായി പുരട്ടി കൊടുക്കുക. അപ്പോൾ വയറ് നമ്മൾ ഓൾറെഡി കീറിയിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിലും കുറച്ച് മസാല വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ മുകൾ ഭാഗത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടിക്ക് ആക്കണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മൾ ലെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി വാഴയില നല്ല ഭംഗിയായിട്ട് അടയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ വാഴയില നാര് വെച്ചിട്ട് ഇത് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കെട്ടിക്കൊടുക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് അടയ്ക്കുന്നുള്ളൂ. ഈ അടച്ച ഭാഗം ആദ്യം നമുക്ക് തവയിൽ വയ്ക്കാം, അപ്പോൾ തുറന്നു വരില്ല. തവ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം തെളിച്ചാലും കുഴപ്പമില്ല കേട്ടോ, കാരണം ഈ വാഴയിലയുടെ ഉള്ളിലേക്ക് ആവി കയറുന്നതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചവെള്ളം തെളിച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ 2 സൈഡും അത്യാവശ്യം വാഴയില ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ കരിമീനും അതിൻ്റെ ഉള്ളിലിരുന്ന് നന്നായി ചൂടായിട്ടുണ്ടാവും. ഇനി ഈ പൊതി തുറന്ന് നോക്കാം. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആ സ്മെല്ല്, മസാലയുടെ ആ വാടിയ ഒരു സ്മെല്ലുണ്ടല്ലോ, തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നമ്മളുണ്ടാക്കിയ മസാലയുടെ ആ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കരിമീൻ അധികം ഫ്രൈ ആവാത്ത കാരണം തന്നെ ആ വാഴയിലയിൽ ഇരുന്ന് ആവിയിൽ വെന്തത് കാരണം അത്യാവശ്യം വെള്ളവും ആ വാഴയിലയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എത്ര സോഫ്റ്റായിട്ട് ആ കരിമീൻ ഇരിക്കണേന്ന്. അതുപോലെ തന്നെ കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.